പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഏശയ്യ 58:9 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് പറയുകയാണ് 3 കാര്യങ്ങൾ വെറുത്തുപേക്ഷിക്കുവാനായിട്ട്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നമ്മിൽ നിന്നും ദൂരെ അകറ്റുവാൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ ഞാനും നിങ്ങളും? മറ്റുള്ളവരെ വിധിക്കുന്നവരാണോ, അതോ ദുർഭാഷണം സംസാരിക്കുന്നവരാണോ ഞാനും നിങ്ങളുമെന്ന്? ഈശോയെ പ്രിയ സഹോദരരെ, അങ്ങനെ ഒരു ജീവിതത്തിന് അടിമകളാണോ ഞാനും നിങ്ങളും? നമ്മളെ ഒന്ന് തിരുത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ നിമിഷം. അങ്ങനെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയുമ്പോൾ ഈശോ പറയുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളുമെന്ന്. അത് എൻ്റെ പൊന്നു സഹോദരരെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ഈശോയോട് ചോദിച്ചാലും അതിന് ഉത്തരം നൽകുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ഇന്നും നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മളെ ഒന്ന് വിശുദ്ധീകരിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, നീ നിലവിളിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഞാനും നിങ്ങളും മുട്ടുകുത്തുമ്പോൾ, അവിടുത്തെ തിരുമുമ്പിൽ നിലവിളിക്കുമ്പോൾ വചനം പറയുന്നു, ഈശോ ഇതാ ഞാനെന്ന് അരുളി ചെയ്യുന്ന, ഇതാ നിന്നോടുകൂടെ ഞാനുണ്ടെന്ന് പറയുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് എപ്പോൾ നമ്മളിലെ ദുർഭാഷണവും കുറ്റാരോപണവും ഇതെല്ലാം ഞാനും നിങ്ങളും ഉപേക്ഷിച്ച് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ചോദിക്കുന്നതെല്ലാം നൽകുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഈശോയുടെ കൂടെ ജീവിക്കുവാൻ, ഈശോയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്, ചോദിക്കുന്നതിന് ഉത്തരം നൽകുന്നൊരു ദൈവമാണ്. ആ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.